പാർക്കിൻസൺസ് രോഗപ്രതിരോധത്തിന് ബോക്സിംഗ് പരിശീലനം ഫലപ്രദമാവുന്നു. ലോകമെമ്പാടും രോഗികൾ ഈ സാധ്യത ഉപയോഗപ്പെടുത്തുകയാണ്. ഏറ്റവും ഗുരുതരമായ രണ്ടാമത്തെ നാഡീവ്യൂഹ രോഗമായാണ് പാർക്കിൻസൺസിനെ വൈദ്യലോകം വിലയിരുത്തുന്നത്. പ്രായം കൂടുന്തോറും രോഗസാധ്യത ഏറുന്നു. തുടക്കത്തിൽ തന്നെ ശരീരത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവും. മസിലുകൾ മരവിച്ചു തുടങ്ങും, ഒപ്പം വിറച്ചു തുടങ്ങും. ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും. ഡോപ്പമൈനാണ് പ്രധാന മരുന്ന്. പക്ഷേ ഇതിന്റെ ഡോസേജ് കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഇതിനെയെല്ലാം ഭാഗികമായെങ്കിലും മറികടക്കാനാണ് ബോക്സിംഗ് പരിശീലനം. രോഗത്തിന്റെ തീവ്രത കൂടുന്നത് തടയാനും തലച്ചോറിനെ നിർബന്ധപൂർവം പ്രവർത്തിപ്പിക്കലാണിത്. തലച്ചോറിന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രതികരിക്കാനുമുള്ള ശേഷി കൂടും. അടിസ്ഥാനപരമായി തലച്ചോറിനെ വഴിതിരിച്ചുവിടലാണിത്. പക്ഷേ പഞ്ച് ബാഗുകൾ മാത്രമേ ഉപയോഗിക്കൂ. എതിരാളികളുണ്ടാവില്ല. തലച്ചോറിന്റെ പ്ലാസ്റ്റിസിറ്റിയാണ് ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഊർജം. ഇതിനെ തിരിച്ചുപിടിക്കണം. രോഗികൾക്ക് പരിശീലനം പുരോഗമിക്കും തോറും രോഗത്തിന് കീഴടങ്ങില്ലെന്ന ആത്മവിശ്വാസം രോഗികളിൽ ഉയരുന്നു. രോഗനിർണയ ഘട്ടത്തിൽ മിക്കപ്പോഴും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പോലെയാണ് രോഗികൾക്ക് അനുഭവപ്പെടുക. ഈ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തുകടക്കലാണ് ആദ്യഘട്ടം. ശരീരവും മനസ്സും സ്വയം നിയന്ത്രണം വീണ്ടെടുക്കും. ബോക്സിംഗ് റിംഗിൽ എതിരാളിയുടെ ഇടിയേറ്റ് വീണിട്ടും ചാടി എഴുന്നേൽക്കുന്ന ബോക്സറുടെ മാനസികാവസ്ഥയിലേക്ക് രോഗികൾ മാറും. രോഗിയല്ല, ബോക്സറാണെന്ന തോന്നലാണിത്. തുടർന്നുള്ള എല്ലാ ടെസ്റ്റിലും രോഗിയിൽ പ്രകടമായ മാറ്റങ്ങൾ ഡോക്ടർമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ മണം നഷ്ടപ്പെടലാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ ആദ്യ ലക്ഷണം.